പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 44 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ദൈവികതയെയും അവിടുത്തെ ദൗത്യത്തെയും കുറിച്ച് ആഴത്തിലുള്ള ഒരു വെളിപാടാണ് നമുക്ക് നൽകുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കൂടി കാണുന്നു എന്ന യേശുവിൻ്റെ വചനം പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ഐക്യത്തെ വ്യക്തമാക്കുന്നു. നമ്മളുടെ ഹോളി ട്രിനിറ്റിയിലുള്ള ഐക്യം. യേശു കേവലം ഒരു പ്രവാചകനോ ഗുരുനാഥനോ ആയിരുന്നില്ല, മറിച്ച് അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യ രൂപമായിരുന്നു. അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും സ്വഭാവവും എല്ലാം പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലനങ്ങളായിരുന്നു. അതിനാൽ യേശുവിനെ സ്വീകരിക്കുക എന്നത് പിതാവായ ദൈവത്തെ സ്വീകരിക്കുന്നതിന് തുല്യമാണ്. ജോൺ 14:6 പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കുന്നില്ല. സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ തിരുവചന ഭാഗം നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിഫലനം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ചാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. ലോകത്തിൻ്റെ അന്ധകാരത്തിലേക്ക് പ്രകാശമായി വന്ന ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ സ്വയം വിധിക്കപ്പെടുന്നു. കാരണം കർത്താവ് പറഞ്ഞു, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശമെന്ന്. യോഹന്നാൻ 8:12. നാം യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടോ സഹോദരങ്ങളെ? അതോ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ തന്നെ തുടരാനാണോ നാം ഇപ്പോഴും ആഗ്രഹിക്കുന്നത്? ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി മാറണമെങ്കിൽ നാം അവ അനുസരിക്കേണ്ടതുണ്ട്. ഒബീഡിയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിൻ്റെ വാക്കുകൾ കേവലം മനുഷ്യൻ്റെ വാക്കുകളല്ല, മറിച്ച് നിത്യജീവൻ്റെ വാക്കുകളാണ്. ഞാൻ സ്വമേധയല്ല സംസാരിച്ചത്, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ എന്ത് പറയണമെന്നും എന്ത് പ്രസംഗിക്കണമെന്നും എനിക്ക് കൽപ്പന നൽകി എന്ന് അവിടുന്ന് ഉറപ്പിച്ച് പറയുന്നു. ഈ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്കും എനിക്കും നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, അവിടുന്ന് നൽകിയ സന്ദേശം കൃപയുടെയും സത്യത്തിൻ്റെയും സന്ദേശമാണ്. അതിനാൽ യേശുവിൻ്റെ വചനങ്ങളെ തള്ളിക്കളയുന്നത് നിത്യജീവനെ തള്ളിക്കളയുന്നതിന് തുല്യമാണ് എന്ന് തിരിച്ചറിയാം. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തെ പ്രകാശത്തിലേക്ക് നയിക്കട്ടെ. ആമേൻ.